ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന BJT എന്നുള്ള പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ? അതായത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിലെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈൻ വേവ് ആണെങ്കിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഇതിന്റെ ഒരു ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. അത് എല്ലാവർക്കും അറിയാലോ. പക്ഷേ എന്തായിരിക്കും, ഔട്ട് ഓഫ് ഫേസ് ആയിട്ടായിരിക്കും വരിക. ഇങ്ങനെയായിരിക്കും വരിക. ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും, പക്ഷേ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇൻവേർട്ടഡ് ഫോം ഓഫ് ഇൻപുട്ടും ആയിരിക്കും നമ്മുടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും, ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് കോമൺ കളക്ടർ ആംപ്ലിഫയർ ഈസ്. കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേറൊരു പേര് നമ്മൾ പഠിച്ചു, എമിറ്റർ ഫോളോവർ എന്നുള്ളതാണ്. എമിറ്റർ ഫോളോവർ. എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഫോളോ ദ ഇൻപുട്ട്. സോ ഔട്ട്പുട്ടും ഇൻപുട്ടും ഏകദേശം സിമിലർ ആയിട്ട് വരും. സോ ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 വരും. സോ ഇവിടെ കോമൺ കളക്ടർ ആംപ്ലിഫയറിൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംപ്ലിഫയേഴ്സ് ഈസ് നോൺ ആസ് എമിറ്റർ ഫോളോവർ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ. എമിറ്റർ ഫോളോവർ എന്ന് പറഞ്ഞാൽ ഏതാണ്? എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് കോമൺ കളക്ടർ ആംപ്ലിഫയറിന്റെ മറ്റൊരു നെയിം ആണ്. ഇതില് കളക്ടർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരും. നമ്മുടെ എമിറ്ററിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. അതേപോലെ ബേസ് നിന്നായിരിക്കും ഇൻപുട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഗാമ എന്ന് പറയുന്നത് IE/IB ആയിരിക്കും. എമിറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു, ബേസ് നിന്ന് ഇൻപുട്ട് എടുക്കുന്നു. സോ ഇവിടെ ഓപ്ഷൻ ബി കോമൺ കളക്ടർ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അതർ നെയിം ഓഫ് ബീറ്റ ഓഫ് BJT. ബീറ്റ എന്ന് പറയുന്നതിന്റെ അനദർ നെയിം ആണ് ചോദിക്കുന്നത്. ബീറ്റ എന്ന് പറഞ്ഞ എന്താണ്? കോമൺ എമിറ്ററിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ്. സോ ഇവിടെ ഓപ്ഷൻ എ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്നുള്ളതാണ് ആൻസർ വരിക. ബീറ്റ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആയിരിക്കും. സോ IC/IB ആയിരിക്കും. ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് എന്തായിരിക്കും? IC ആൻഡ് ഇൻപുട്ട് കറണ്ട് IB. ആൽഫ എന്ന് പറയുന്നത് കോമൺ ബേസിന്റെ കേസിലാണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് IC/IE ആയിരിക്കും. ഗാമ എന്ന് പറയുന്നത് കോമൺ കളക്ടറിലെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ്. അതിന്റെ ഇക്വേഷൻ IE/IB ആയിരിക്കും. ഓക്കെ, ഇതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ക്ലാസ് എ പവർ ആംപ്ലിഫയർ ദ ഔട്ട്പുട്ട് കറണ്ട് ഫ്ലോസ് ഫോർ. ക്ലാസ് എ പവർ ആംപ്ലിഫയറിൽ നമ്മൾ പഠിച്ചു ഫുൾ സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും ഔട്ട്പുട്ട് വരിക. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ക്ലാസ് എ എന്ന് പറയുന്നതിൽ 360 ഡിഗ്രി ആയിരിക്കും അതിന്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഫുൾ സൈക്കിൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 360 ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എമിറ്റർ ഫോളോവർ ഹാസ്. എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് കോമൺ കളക്ടർ ആംപ്ലിഫയർ ആണ്. അവിടെ നമുക്കറിയാം ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കോമൺ എമിറ്ററിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് β+1 ആയിരിക്കും. ഗാമയാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓക്കെ, പിന്നെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഉള്ളൊരു കോൺഫിഗറേഷൻ ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളക്ടർ ബേസ് ജംഗ്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ്. ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണുള്ളത്? ഒരു ട്രാൻസിസ്റ്ററിന് 3 പോർഷൻ ആണുള്ളത്. ഒന്ന് എമിറ്റർ, ദെൻ ബേസ്, ദെൻ കളക്ടർ. ഇതിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയാസിലും അതേപോലെ കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും റിവേഴ്സ് ബയാസിലും ആയിരിക്കണം. സോ ദ കളക്ടർ ബേസ് ജംഗ്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. അതേപോലെ തന്നെ എമിറ്റർ പോർഷൻ എന്ന് പറയുന്നത് ബിഗർ ദാൻ കളക്ടർ പോർഷൻ ആയിരിക്കും. ഏറ്റവും ചെറിയ വിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും. ഏറ്റവും വിട്ട് കൂടിയ പോർഷൻ കളക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ പറയണമെങ്കിൽ എമിറ്റർ ആയിരിക്കും ഹെവിലി ഡോപ്ഡ്, കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, ബേസ് എന്ന് പറയുന്നത് ലെസർ ഡോപ്ഡ് ആയിരിക്കും. ഇതും കൂടെ ഓർത്തു വെച്ചേക്കാം. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, റിവേഴ്സ് ബയാസ്. ഇൻ എ ട്രാൻസിസ്റ്റർ BC147 BC107 നമുക്കറിയാം BC107 വരുമ്പം ഈ ബി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിലിക്കൺ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു.
ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിലിക്കൺ കൊണ്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ മേക്ക് ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി മെയ്ഡ് ഓഫ് സിലിക്കൺ എന്നുള്ളതാണ്. യൂസ്ഡ് ഫോർ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷൻ ഓപ്ഷൻ എ എന്ന് പറയുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സി ആണ്. സി എന്ന പോർഷൻ ആണ് ഈ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ജർമേനിയം ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ബിക്ക് പകരം എ ആയിരിക്കണം വന്നിരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ബി സി എന്നായതുകൊണ്ട് തന്നെ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിലിക്കൺ കൊണ്ടാണ് ഇതിന്റെ ഫാബ്രിക്കേഷൻ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NPN ട്രാൻസിസ്റ്റേഴ്സ് ആർ പ്രിഫേർഡ് ടു PNP ട്രാൻസിസ്റ്റർ. നമ്മൾ മിക്ക സർക്യൂട്ട്സിലും കൂടുതൽ യൂസ് ചെയ്യുന്നത് NPN ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതിന്റെ റീസൺ തന്നെ NPNൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി ഹോൾസിന്റെ മൊബിലിറ്റിയെക്കാളും കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ സ്വിച്ചിങ് സ്പീഡ് ആയിരിക്കും നമ്മുടെ NPN. ഇലക്ട്രോൺസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ NPN ട്രാൻസിസ്റ്റേഴ്സിന് ഹയർ സ്വിച്ചിങ് സ്പീഡ് ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യുസെന്റ് പവർ ഈസ് ദ പവർ ഡിസിപ്പേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ. ക്യുസെന്റ് പവർ എന്ന് പറയുന്നത് വിത്ത് നോ സിഗ്നൽ ഇൻപുട്ട് ആണ്. സിഗ്നൽ ഇൻപുട്ട് ഇല്ലാത്ത ടൈമിൽ വരുന്ന പവർ ഡിസിപ്പേഷന് പറയുന്ന പേരാണ് ക്യുസെന്റ് പവർ. സോ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ എന്ന് പറയുന്നത് ഏത് കോൺഫിഗറേഷന്റെയാണ്? കോമൺ ബേസിന്റെ ആണ്. ആൽഫയുടെ ഇക്വേഷൻ വരുന്നത് IC/IE എന്നുള്ളതാണ്. ആൽഫ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും. എന്തായിരിക്കും? ഓപ്ഷൻ എ 0.99 to 0.999. ആൽഫ ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും എപ്പോഴും വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇതിലെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ആൽഫ ബീറ്റ ഗാമ. ഇതിന്റെ ഒരു എന്താണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് അതിന്റെ ഇക്വേഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൽഫ എന്ന് പറഞ്ഞാൽ β/1 + β ആണ്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ α/1 - ആൽഫ ആണ്. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ β+1 ആണ്. പിന്നെ പറയുന്നത് കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. എമിറ്റർ കറണ്ട് ഓൾവേസ് എന്തായിരിക്കും? ബേസ് കറണ്ടിന്റെയും കളക്ടർ കറണ്ടിന്റെയും സം ആയിരിക്കും. സോ ഇത് റൈറ്റ് ആണ്. ഇതും ബീറ്റ ഈസ് ഈക്വൽ ടു α/1 - ആൽഫ എന്ന് പറയുന്നതും റൈറ്റ് ആണ്. ആൽഫ ഈക്വൽ ടു β/1 + β ആണ്. ഇത് റോങ് ആണ്. അതേപോലെ ആൽഫ ഈസ് ഈക്വൽ ടു 1 - β/β അതും റോങ് ആണ്. സോ ഇവിടെ രണ്ട് ഓപ്ഷൻസ് റോങ് ആണ്. PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. ശരിക്കും ഇതിൽ ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ റൈറ്റ് ആയിട്ടുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളും അതുപോലെ തന്നെ കറണ്ടിന്റെ ഇക്വേഷൻ IE ഈസ് ഈക്വൽ ടു IB + IC എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസിസ്റ്റർ ഈസ് ഡാഷ് ഡിവൈസ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ബൈപോളാർ ഡിവൈസ് ആണ്. ബൈപോളാർ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് കണ്ടക്ഷൻ ഈസ് പോസിബിൾ ഡ്യൂ ടു ബോത്ത് കാരിയേഴ്സ്. ഇവിടുത്തെ കറണ്ട് കാരിയേഴ്സ് ഏതൊക്കെയാണ്? ഹോൾസും ഇലക്ട്രോൺസും ആണ്. ഈ രണ്ടിന്റെയും മൂവ്മെന്റ് കാരണം നമ്മുടെ ഇവിടെ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ ഈസ് എ ബൈപോളാർ ഡിവൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? BJT. അതിൽ തന്നെ ഉണ്ട് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ ഈസ് ഇൻ ക്യുസെന്റ് സ്റ്റേറ്റ്. അതായത് ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ ക്യുസെന്റ് സ്റ്റേറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ക്യുസെന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ നോ ഇൻപുട്ട് ആയിരിക്കും. നോ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് എന്നായിരിക്കും. അപ്പോ എന്തായിരിക്കും? ഇവിടെ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ ഏതൊരു പവർ ആംപ്ലിഫയർ ആയാലും നോ ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? കട്ട് ഓഫ് റീജിയനിലായിട്ട് ആയിരിക്കും വർക്ക് ചെയ്യുക. സോ എന്തായിരിക്കും? അവിടെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല ഔട്ട്പുട്ടിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നോ കറണ്ട് ഫ്ലോസ് ത്രൂ എ ട്രാൻസിസ്റ്റർ. സാധാരണഗതിയിൽ എന്താണ്? ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന്റെ 180 ഡിഗ്രി ആംഗിളിലാണ് നമ്മുടെ ക്ലാസ് ബിയിൽ ആംപ്ലിഫിക്കേഷൻ നടക്കുക. അത് കാരണം ഹാഫ് ഓഫ് ദ മാക്സിമം കറണ്ട് ഫ്ലോസ് ത്രൂ ദ ട്രാൻസിസ്റ്റർ. അതായത് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന ഹാഫ് ഓഫ് ദ മാക്സിമം കറണ്ട് ഫ്ലോസ് ത്രൂ ദ ട്രാൻസിസ്റ്റർ എന്നാണ് ഔട്ട്പുട്ട് വരേണ്ടത്. പക്ഷെ ഇവിടെ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഇല്ല. ഇൻപുട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ട്രാൻസിസ്റ്റർ ആണ് വരുന്നത് ഓപ്ഷൻ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദ ഹോൾസ് പ്രസന്റ് ഇൻ ദ ബേസ് ഓഫ് ദ PNP ട്രാൻസിസ്റ്റർ ഫ്ലോ. ഇവിടെ ഒരു PNP ട്രാൻസിസ്റ്ററിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു PNP ട്രാൻസിസ്റ്റർ എടുത്ത് നോക്കാം.
ഇതാണ് PNP ട്രാൻസിസ്റ്റർ, ഇത് കളക്ടർ, ഇത് ബേസ്, ഇത് എമിറ്റർ. ഓക്കെ, ഇവിടെ ആരോ മാർക്ക് ഉള്ളിലേക്കാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക PNP ട്രാൻസിസ്റ്ററിനകത്ത്. ഇത് PNP ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എമിറ്റർ എന്ന് പറയുന്നത് P ആയിരിക്കും, ബേസ് എന്ന് പറയുന്നത് N ആയിരിക്കും, അതേപോലെ കളക്ടർ എന്ന് പറയുന്നത് P ആയിരിക്കും. ഇവിടെ എമിറ്റർ എന്ന് പറയുന്ന പോർഷൻ ഹെവിലി ഡോപ്ഡ് വിത്ത് ഹോൾസ് ആണ്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഹെവിലി ഡോപ്ഡ് വിത്ത് ഹോൾസ് ആണ്. അപ്പോ ബേസ് വളരെ തിന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തായിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. അപ്പൊ എമിറ്റർ എന്ന് വരുന്ന ഹോൾസ് കുറച്ച് മാത്രം എവിടെ വെച്ച് റീകമ്പൈൻ ചെയ്യും, ബേസിൽ വെച്ചിട്ട് റീകമ്പൈൻ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും മോസ്റ്റ് ഓഫ് ദ ഹോൾസ് പ്രസന്റ് ഇൻ ദ ബേസ് ഓഫ് ദ PNP ട്രാൻസിസ്റ്റർ ഫ്ലോ ഇൻ ടു ദ കളക്ടർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. അതുപോലെ തന്നെ നമുക്ക് ബാക്കി പോർഷൻസും കൂടെ നോക്കാം. എമിറ്റർ എന്ന് പറഞ്ഞ എന്താണ്, എമിറ്റർ എന്ന് പറയുന്നതിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇവിടെ എന്തായിരിക്കും, ഹോൾസ് ആയിരിക്കും. അതേപോലെ തന്നെ ഫോർവേഡ് ബയാസ് ആയിരിക്കും എമിറ്റർ വിത്ത് റെസ്പെക്ട് ടു ബേസ് എന്ന് പറയുന്നത്. അതേപോലെ ഹെവിലി ഡോപ്ഡ് റീജിയൻ ആണ് എമിറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോഡറേറ്റ് ഇൻ സൈസ് ആയിരിക്കും. ബേസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ട്രാൻസിസ്റ്ററിന്റെ സെന്റർ പോർഷൻ ആണ് ബേസ് എന്ന് അറിയപ്പെടുന്നത്. അതെന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ വെരി തിൻ റീജിയനും ആയിരിക്കും. കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഏറ്റവും വിട്ട് കൂടിയ റീജിയൻ ആയിരിക്കും, മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, അങ്ങനെയായിരിക്കും വരുന്നത്. അതേപോലെ ഇവിടെ ഓപ്ഷൻ എ ചെക്ക് ചെയ്താൽ ഇൻ ടു ദ എമിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോൾസ് എമിറ്റർ ടു ബേസ് മാത്രമേ പോവുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, എമിറ്ററിലേക്ക് പോവില്ല. സോ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ടു ദ സപ്ലൈ എന്ന് പറയുന്നതും ഒരിക്കലും പോവില്ല. കാരണം സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ബയാസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ ഔട്ട് ഓഫ് ദ ബേസ് ഇൻ ടു ദ ബേസ്, അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഇൻ ടു ദ കളക്ടർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഗെയിൻ ഓഫ് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് ലെസ് ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ഗെയിൻസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജസ് ഡ്യൂ ടു, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക, ലോഡിംഗ് എഫക്ട് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ്. നമുക്കറിയാം മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൽ എങ്ങനെയാണ്, ഓരോ ആംപ്ലിഫയേഴ്സും ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ലോഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് വരും. ഇൻപുട്ട് ആയിട്ട് വരുമ്പോൾ അവിടെ ലോഡിംഗ് എഫക്റ്റിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദ ടോട്ടൽ ഗെയിൻ ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് ലെസ് ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജസ് ആയിരിക്കും. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലോഡിംഗ് എഫക്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a common emitter amplifier has a resistor RF connected between collector and base. RF is equal to 40K, RC is equal to 4K. If HFE is equal to 50, then R pi equal to 1K, then output resistance R out is. ഇവിടെ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കേസ് ആണ് പറയുന്നത്. നമുക്ക് ആദ്യം ആ കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ ഒന്ന് നോക്കാം. ഇങ്ങനെ വരും കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്താന്ന് തന്നിട്ടുണ്ട്, 40 കിലോ ഓം ആണ് തന്നിട്ടുണ്ട്. അതേപോലെ RC തന്നിട്ടുണ്ട്, അത് 4 കിലോ ഓം ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ RC 4 കിലോ ഓം ആണ്. HFE തന്നിട്ടുണ്ട് 50 ആണ്. അതേപോലെ തന്നെ R പൈ എന്ന് പറയുന്നത് 1 കിലോ ഓം ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ R ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ R ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും RC പാരലൽ R ഫീഡ്ബാക്ക് ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ബൈ AV എന്നുള്ളതായിരിക്കും. AV എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ആണ്. ഈ AVയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -GM. GM എന്താണ്, ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. -GM ഇൻറ്റു ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ -GM ഇൻറ്റു RC എന്ന് വരും. അപ്പൊ നമുക്ക് ആദ്യം AV കണ്ടുപിടിക്കാം. AV കണ്ടുപിടിക്കാൻ ഇവിടെ -50 ബൈ 1 കിലോ ഓം ഇൻറ്റു 4K ആണ്. ദെൻ നമുക്ക് ഇവിടെ 200 എന്ന് കിട്ടും, -200 എന്ന് കിട്ടും ഈ ഒരു AVയുടെ വാല്യൂ. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ R ഔട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. AV കിട്ടിക്കഴിഞ്ഞാൽ R ഔട്ട് കണ്ടുപിടിക്കാൻ ഈ 4K പാരലൽ 40K ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ 200 കിട്ടും. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ R ഔട്ട് എന്ന് പറയുന്നത് 3.63 കിലോ ഓം എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4 കിലോ ഓം എന്ന് കൊടുക്കാൻ പറ്റും.
സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. 4 കിലോ ഓം. ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കുക. എ വി ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു ആർ എൽ എന്നുള്ളതും അതേപോലെ ആർ ഔട്ട് എന്ന് പറയുന്നത് ആർ സി പാരലൽ ആർ എഫ് ബൈ 1 മൈനസ് 1 ബൈ എ വി. എ വി എന്ന് പറയുന്നത് ഇവിടെ ഇതിന്റെ ഗെയിൻ ആണ്, ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An amplifier has an open loop gain of 100, input impedance of 1 kilo ohm and output impedance of 100 ohm if a feedback network with the feedback factor 0.99 is connected in voltage series. അതാണ് നമ്മൾ നോക്കേണ്ടത്, voltage series feedback. Then the new input and outputs are. Okay, ഇവിടെ പറഞ്ഞിട്ടുണ്ട് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ്, വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കൂടും, അതേപോലെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കുറയും. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഓപ്പൺ ലൂപ്പ് ഗെയിൻ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് ഒന്ന് എഴുതാം. എ എന്ന് പറയുന്ന 100 എന്ന് തന്നിട്ടുണ്ട്. ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ എന്ന് പറയുന്നത് 0.99 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഐ എന്ന് പറയുന്നത് 1 കിലോ ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ഔട്ട് എന്ന് പറയുന്നത് 100 ഓം ആണെന്ന് പറയുന്നത്. നമുക്ക് സത്യത്തിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ് 1 കിലോ ഓം ആണ്. ഫീഡ്ബാക്ക് ഇതിന് ശേഷം വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം ഈ 1 കിലോ ഓം ഹയർ ആവുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം ഈ 10 ഓം വരില്ല. 10 ഓം എന്ന് പറഞ്ഞാൽ 1K കുറവല്ലേ, അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനും വരില്ലെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കുറയുക ചെയ്യുക. 100 ഓം എന്ന് പറയുന്നതിനേക്കാൾ കുറവായിരിക്കും വരിക. 100 ഓമിനേക്കാൾ കുറവ് വരുമ്പോൾ നമുക്ക് നോക്കുക 100 ഓമിനേക്കാൾ കുറവ് വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ 10 ഓം ആയതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതേപോലെ 100 ഓമിനേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതും ക്യാൻസൽ ചെയ്യാം. 100 ഓമിനേക്കാൾ കുറവല്ല ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്നും ഒരു വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ന്യൂ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് ആർ ഇൻപുട്ട് ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1K ഇൻറ്റു 1 പ്ലസ് 100 ഇൻറ്റു 0.99. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 കിലോ ഓം ആണ്. ഓക്കെ, ഇൻപുട്ട് ഇമ്പിഡൻസ് 100 കിലോ ഓം ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതേപോലെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ആർ ഔട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബീറ്റ ആണ്. നേരത്തെ ആർ ഇൻ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ, ഇത് ആർ ഔട്ട് ഡിവൈഡ് ബൈ എ ബീറ്റ 1 പ്ലസ് എ ബീറ്റ, ദെൻ 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 100 ഇൻറ്റു 0.99 കിട്ടും. അങ്ങനെ വരുമ്പോൾ 100 ബൈ 100 ഈക്വൽ ടു 1 ഓം എന്ന് വരും. 1 ഓം എന്ന് വരും. സോ ഇവിടെ 100K ആണ് ഇൻപുട്ട് ഇമ്പിഡൻസ്, അതേപോലെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് 1 ഓം. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the minimum threshold voltage for which the leakage current through an off transistor VGS equal to 0 is 10 raised to 3 times less than the transistor that is barely on state VGS VT at room temperature if n equal to 1.5. ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ റേഷ്യോ ബിറ്റ്വീൻ ഓഫ് ആൻഡ് ഓൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 10 raised to 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സബ് ത്രഷോൾഡ് സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂ ആണ് n, അതിന്റെ വാല്യൂ 1.5 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഇവിടെ 27 ഡിഗ്രി സെൽഷ്യസ് ഓർ 300 ഡിഗ്രി കെൽവിൻ എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ സബ് ത്രഷോൾഡ് കറണ്ട് ഐ ഡി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ നോക്കുക. ഐ ഔട്ട് ഇൻറ്റു ഇ റേസ് ടു വി ജി എസ് മൈനസ് വി ടി ബൈ എൻ ഇൻറ്റു വി ടി എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇതിൽ ഈ വി ടി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ കെ ടി ബൈ ക്യൂ ആണ്. ഓക്കെ, കെ എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? 1.38 ഇൻറ്റു 10 raised to minus 23 ജൂൾ പെർ കെൽവിൻ ആണ്. അതേപോലെ ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അത് 1.602 ഇൻറ്റു 10 raised to minus 19 കൂളമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? വി ടി കണ്ടുപിടിക്കാൻ പറ്റും. കെ ടി ബൈ ക്യൂ ആണ്. ഈ കെയുടെയും ടിയുടെയും ക്യൂവിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.026 ആണ് വരിക ഇവിടെ. ഓക്കെ, അതേപോലെ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 10 raised to 3 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഐ ഓൺ ഡിവൈഡഡ് ബൈ ഐ ഓഫ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ അകത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IO ഇൻറ്റു ഇ റൈസ് ടു VGS മൈനസ് VT ഡിവൈഡഡ് ബൈ N ഇൻറ്റു VT. ഓക്കെ, ഡിവൈഡഡ് ബൈ I ഔട്ട് ഇൻറ്റു ഇ റൈസ് ടു, ഇവിടെ നമുക്കറിയാം VGS എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് VT ഡിവൈഡഡ് ബൈ N VT. അതേപോലെ ഇവിടെ VGS എന്ന് പറയുന്നത് VT ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ VT എന്ന് കൊടുക്കാം. അതേപോലെ ഇവിടെ 0 എന്ന് നമുക്ക് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് VGS ഈക്വൽ ടു 0 എന്ന്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇതെന്ന് പറയുന്നത് ഇ റൈസ് ടു 0 ആയി മാറും. ഓക്കെ, ദെൻ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ വാല്യൂ വരുന്നത് ഇ റൈസ് ടു VT ഡിവൈഡഡ് ബൈ N VT എന്നാണ് വരിക, ഈക്വൽ ടു 10⁻³ എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് VTയുടെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. NVT ഇൻറ്റു LN 10⁻³ എന്ന് കിട്ടും. ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.5 ഇൻറ്റു 0.26 ഇൻറ്റു 6.908 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.27 വോൾട്ട് എന്നാണ് കിട്ടുക. ഇത് ചെയ്തു നോക്കുക. ചെയ്യുമ്പോൾ 0.27 വോൾട്ട് എന്ന് കിട്ടും. 0.27 വോൾട്ടിനെ മില്ലി വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 270 മില്ലി വോൾട്ട് ആണ്. സോ ഓപ്ഷൻ ബി 270 മില്ലി വോൾട്ട് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരു ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ID ഈക്വൽ ടു I ഔട്ട് ഇൻറ്റു ഇ റൈസ് ടു VGS മൈനസ് VT ബൈ NVT. അതേപോലെ VT ഈക്വൽ ടു KT ബൈ Q. പിന്നെ Kയുടെ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, Qന്റെ വാല്യൂ പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. VGSന്റെ വാല്യൂ 0 ആവും, അതേപോലെ VGSന്റെ വാല്യൂ VT ആവുന്ന ടൈമും പിന്നെ തമ്മിലുള്ള റേഷ്യോ 10⁻³ എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 270 മില്ലി വോൾട്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner, click focus on what really matters.